ഹായ് ഓൾ, സൈമർ ഫൗണ്ടേഷനിലെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ആൻഡ് കൾട്ടിവേഷൻസ് എന്ന ടോപ്പിക്കിൻ്റെ NMS വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് പോയിന്റ്സും നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്ക് നോക്കാം. ബേസിക് പ്രാക്ടീസസ് ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ. ആദ്യത്തേത് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് സോയിൽ. ഈ ഓർഡറിലായിരിക്കും ഒരു ക്രോപ്പ് പ്രൊഡക്ഷൻ്റെ സ്റ്റെപ്സ് നടക്കുക. ഓക്കെ, ആദ്യത്തെ സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ. ആദ്യം സോയിൽ തയ്യാറാക്കി നിർത്താം, ലൂസാക്കുക, ഫാമിങ്ങിന് വേണ്ടി റെഡിയാക്കി നിർത്താം. അതാണ് ഒന്നാമത്തേത്, പ്രിപ്പറേഷൻ ഓഫ് സോയിൽ. രണ്ടാമത്തതാണ് സോയിങ്. സോയിങ് എന്ന് വെച്ചാൽ വിത്ത് പാകുക. മൂന്നാമത്തതാണ് ആഡിങ് മാന്യൂർ ആൻഡ് ഫെർട്ടിലൈസേഴ്സ്. എന്ന് വെച്ചാൽ ആവശ്യമായ വളവും ഫെർട്ടിലൈസേഴ്സും ആഡ് ചെയ്യാം. എന്നാലാണ് പ്ലാന്റിന് ആവശ്യമായ ന്യൂട്രിയൻസും നമുക്ക് ആവശ്യത്തിലുള്ള റിസൾട്ടും കിട്ടുള്ളൂ. മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇറിഗേഷൻ. ഇറിഗേഷൻ എന്ന് വെച്ചാൽ പ്ലാന്റിന് ആവശ്യമായ വാട്ടർ സപ്ലൈ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇറിഗേഷൻ. ഇറിഗേഷൻ തന്നെ പല മെത്തേഡുകളും ഉണ്ട്, അത് പിന്നെ ഡിസ്കസ് ചെയ്യാം. അടുത്തതാണ് പ്രൊട്ടക്റ്റിംഗ് ഫ്രം വീഡ്സ്. ഈ ക്രോപ്സ് ഒക്കെ വളർന്നു വരുന്നതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഗ്രാസ് പോലുള്ള കളകളുണ്ടാവും. കളകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിനാണ് വീഡ്സ് എന്ന് പറയാം. അത് നമുക്ക് ആവശ്യമില്ല. അത് വളർന്നു വന്നാൽ ഈ നമ്മൾ വളർത്തുന്ന ക്രോപ്സിൻ്റെ ന്യൂട്രിയൻസ് കൂടെ അത് അബ്സോർബ് ചെയ്ത് കളയും. അതുകൊണ്ട് അതിനെ ഒഴിവാക്കാനാണ് അടുത്ത സ്റ്റെപ്പ്, പ്രൊട്ടക്ഷൻ ഫ്രം വീഡ്സ്. അടുത്തതാണ് ഹാർവെസ്റ്റിംഗ് എന്ന് വെച്ചാൽ വിളവെടുക്കുക. നമുക്കുണ്ടായ ക്രോപ്പ്, റിസൾട്ടായിട്ട് വന്ന ക്രോപ്പിനെ നമ്മൾ വെട്ടിയെടുക്കുക, അതാണ് ഹാർവെസ്റ്റിംഗ്. ഓക്കെ, അതാണ് സ്റ്റോറേജ്. ഈ വെട്ടിയെടുത്ത ഹാർവെസ്റ്റഡ് ക്രോപ്സിൻ്റെ സീഡ്സ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാം, ലാർജ് എമൗണ്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അതിനാണ് സ്റ്റോറേജ് എന്ന് പറയാം. ഓക്കെ, ഒന്നാമത്തേതാണ് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ. അടുത്ത സോയിങ്, ആഡിങ് മാനുവർ, ഇറിഗേഷൻ, പ്രൊട്ടക്ഷൻ ഫ്രം വീഡ്സ്, ഹാർവെസ്റ്റിംഗ് ആൻഡ് സ്റ്റോറേജ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം, വിച്ച് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ ഗ്രോയിങ് ക്രോപ്സ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഓർഡറിലെ ഫസ്റ്റ് പോയിന്റ് ഏതാണെന്നാണ് അവർ ചോദിച്ചത്. ഏതാണ്? ഇറിഗേഷൻ ആണോ? അല്ല, ഇറിഗേഷൻ ഫോർത്ത് വരുന്നതാണ്. പ്രിപ്പറേഷൻ ഓഫ് സോയിൽ, അതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ബാക്കിയുള്ളതെല്ലാം എന്താ ആ ഓർഡറിൽ വരുന്ന ആ ഒരു പോയിന്റിൽ വരുന്നതാണ്. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പാണ് പ്രിപ്പറേഷൻ ഓഫ് സോയിൽ. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ സോയിങ് സീഡ്സ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബോളോ? കാളകൾ ഉപയോഗിച്ചിട്ട് വിത്ത് പാകാൻ ഉപയോഗിക്കുന്ന മെത്തേഡ് ഏതാണെന്നാണ് അവർ ചോദിച്ചത്. അതിൻ്റെ ഉത്തരമാണ് പ്ലഫ്. ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്ലഫിംഗ്. ഓക്കെ, കാളകളെ ഉപയോഗിച്ചിട്ട് ബാക്കിൽ ഒരു വലിയ ബ്ലേഡ് പോലുള്ള സബ്സ്റ്റൻസ് വെച്ചിട്ട് എന്താ സോയിലിനെ ലൂസാക്കാൻ ഉപയോഗിക്കുന്നതാണ് ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് പ്ലഫിംഗ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ പ്രോസസ് ഓഫ് ലൂസനിങ് ആൻഡ് ടേണിങ് ദ സോയിൽ ഈസ് കോൾഡ്. സോയിലിനെ ലൂസ് ചെയ്യാനും മറിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്ത് എന്നാണ് അവർ ചോദിച്ചത്. ഏതാണ്? ഇറിഗേഷൻ നമ്മൾ പറഞ്ഞ് എന്താ വാട്ടർ സപ്ലൈ ആണ്, വീഡിങ്ങും അല്ല, ടില്ലിങ്. നേരത്തെ നമ്മൾ പറഞ്ഞ് തൊട്ട് മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ പറഞ്ഞതാണ് എന്ത്? പ്ലഫിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്. പ്ലഫിങ്ങിനെ തന്നെ മറ്റൊരു പേരാണെന്ത്? ടില്ലിങ്. ഓക്കെ, ഇവിടെ ചോദ്യം എന്താണ്? ലൂസനിങ് ആൻഡ് ടേണിങ് ഓഫ് സോയിൽ എന്നാണ്. അതാണെന്ത്? ടില്ലിങ്. ഹാർവെസ്റ്റിംഗ് എന്ന് വെച്ചാൽ എന്താ? വിളവെടുക്കുന്നതാണ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Which method ensures proper spacing and depth while sowing seeds?
പ്രോപ്പർ സ്പേസും പാകുന്ന വിത്തിന് വളരാൻ ആവശ്യമായ ആഴവും കണക്കാക്കുന്ന മെത്തേഡ് ഏതാണ് എന്നാണ്. കണക്കായിക്കൊണ്ട് പാകുന്ന മെത്തേഡ് ഏതാണെന്നാണ് അവർ ചോദിച്ചത്. സീ ഡ്രില്ലാണ് ഉത്തരം. അത് പ്രോപ്പർ സ്പേസ്, ഓരോ വിത്ത് പാകുന്ന ഇടയിലും പ്രോപ്പർ സ്പേസ്, വളരാൻ ആവശ്യമായിട്ടുള്ള സ്പേസും അത് കണക്കാക്കും, അതുപോലെ തന്നെ ആഴവും അത് കണക്കാക്കും. ഓക്കെ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഖരീഫ് ക്രോപ്പ്? ഈ തന്നതിൽ ഏതാണ് ഖരീഫ് ക്രോപ്പ് എന്നാണ് ചോദ്യം. ഖരീഫ് എന്ന് വെച്ചാൽ മൺസൂൺ സീസൺ. മൺസൂൺ എന്ന് പറയുന്ന പേരാണ് ഖരീഫ്. അന്നേരം ഖരീഫ് ക്രോപ്പ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? മൺസൂൺ സീസണിൽ വളരുന്ന ക്രോപ്പ്. അതാണ് റൈസാണ്. റൈസാണ് മൺസൂൺ, അതായത് ജൂൺ ജൂലൈ മാസങ്ങളിൽ വളരുന്ന ക്രോപ്പാണ് എന്ത്? ഖരീഫ് ക്രോപ്പ്. അതിൽപ്പെട്ട ഒന്നാണ് റൈസ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റാബി ക്രോപ്പ്? ഖരീഫ് ക്രോപ്പ് പോലെ മറ്റൊരു സീസണിൽ വളരുന്ന ക്രോപ്പാണ് എന്ത്? റാബി ക്രോപ്പ് എന്ന് പറയാം. അതിൻ്റെ എക്സാമ്പിൾ ആണ് എന്ത്? വീറ്റ്. ഓക്കെ, റാബി ക്രോപ്പ് മൺസൂൺ സീസൺ കഴിഞ്ഞ് തൊട്ട് പിന്നാലെ നടക്കുന്നതാണ് റാബി സീസൺ. ഓക്കെ, അത് ഏതാണ്ട് ഒക്ടോബർ മാസങ്ങളിലൊക്കെയാണ് നടക്കുക. അതിനൊരു എക്സാമ്പിൾ ആണ് എന്ത്? വീറ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. The undesirable plants growing with the main crop are called. മെയിൻ ക്രോപ്പിന്റെ കൂടെ നമുക്ക് ആവശ്യമില്ലാത്ത പ്ലാന്റ്സ് വളരുന്ന ആ പ്ലാന്റിന് പറയുന്ന പേരെന്താണെന്നാണ് അവർ ചോദിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, നമ്മൾ വേണ്ട ക്രോപ്പിന്റെ ഇടയിൽ പുല്ല് പോലുള്ള ചെറിയ സബ്സ്റ്റൻസ് വളരും. അതിന് പറയുന്ന പേരെന്തായിരുന്നു? വീഡ് അല്ലേ? കറക്റ്റ് ആൻസർ സി ആണ്. കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ തന്നെയാണ്. അടുത്ത ചോദ്യം, ദ ഇൻസ്ട്രുമെന്റ് യൂസ് ഫോർ ഹാർവെസ്റ്റിംഗ് ക്രോപ്സ് ഈസ്? ക്രോപ്സ് നമുക്ക് കിട്ടിയ റിസൾട്ട് വിളവെടുക്കാൻ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ് അവർ ചോദിച്ചത്. നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും, ക്രോപ്സ് ഒക്കെ നമുക്ക് ആവശ്യമായ വലിയ പ്ലാന്റ്സ് ഒക്കെ വെട്ടിയെടുക്കുന്നത് എന്തുകൊണ്ടാണ്? സിക്കിൾ അല്ലെങ്കിൽ അരിവാൾ കൊണ്ടാണ്. ഓക്കെ, പ്ലഫ് നമ്മൾ പറഞ്ഞ എന്താണ്? ലൂസണിങ്ങിനാണ് ഉപയോഗിക്കുക. ഓം പ്ലഫ് പോലുള്ളൊരു സംഭവമാണ്. സീഡറിൽ പറഞ്ഞ് ആഴവും സ്പേസും കണക്കാക്കിയിട്ട് വിത്ത് പാകാൻ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ്. ഓക്കെ, അതൊന്നുമല്ല, സിക്കിളാണ് ഉത്തരം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. Growing 2 or more crops in the same field at the same time is called? ഒരേ സമയം ഒരേ ഫീൽഡിൽ രണ്ട് വ്യത്യസ്ത ക്രോപ്സ്, രണ്ട് വ്യത്യസ്ത ടൈപ്പ് പ്ലാന്റ്സ് വളർത്തുന്ന പ്രോസസ്സിനെ പറയുന്ന പേരെന്ത് എന്നാണ് അവർ ചോദ്യം. രണ്ട് ക്രോപ്സിനെ മിക്സ് ആക്കി വളർത്തല്ലേ, അന്നേരം എന്തായിരിക്കും ഉത്തരം? മിക്സഡ് ക്രോപ്പിംഗ്. ഓക്കെ, സ്റ്റോറേജ് എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ ബേസിക് സ്റ്റെപ്സിൽ പെടുന്ന ലാസ്റ്റ് പ്രോസസ്സാണ്. അന്നേരം അതല്ല. കറക്റ്റ് ആൻസർ എന്താണ്? മിക്സഡ് ക്രോപ്പിംഗ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. സപ്ലൈ ഓഫ് വാട്ടർ ടു ക്രോപ്സ് അറ്റ് റെഗുലർ ഇന്റർവെൽസ് ആർ കോൾഡ്? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോസസ്സിൽ പെടുന്ന ഒരു സ്റ്റെപ്പാണിത്. ഏതാണ്? വാട്ടർ സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ് ഏതായിരുന്നു? നമ്മൾ ആദ്യം പറഞ്ഞതല്ലേ, ഏതാണത്? ഇറിഗേഷൻ. ഓക്കെ, ഇറിഗേഷൻ ആണെന്ത്? വാട്ടർ സപ്ലൈ ചെയ്യുന്ന പ്രോസസ്സ്. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ദ സോഴ്സ് ഓഫ് ഓർഗാനിക് മാനുവർ. ഓർഗാനിക് മാനുവർ എന്ന് വെച്ചാൽ ഓർഗാനിക് സബ്സ്റ്റൻസ്, അതായത് ആനിമൽസ്, പ്ലാന്റ്സ്, അതിൻ്റെ ഡീകമ്പോസിഷൻ കാരണം ഉണ്ടാവുന്ന വളമാണ് എന്ത്? ഓർഗാനിക് മാനുവർ. മാനുവർ എന്ന് വെച്ചാൽ വളം. ഓക്കെ, അങ്ങനെ ഓർഗാനിക് മാനുവർ എന്തിനാണ് എവിടെ നിന്നാണ് വരുന്നത്? സോഴ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ഉറവിടം ഏതാണ്? നമ്മൾ പറഞ്ഞല്ലോ, ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ആണ്. ഓക്കെ,
എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് മേക്ക് ദ സോയിൽ. നമ്മൾ ഈ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ അധികമായി യൂസ് ചെയ്താൽ അതിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. കാരണം ഫെർട്ടിലൈസേഴ്സ് ഒക്കെ എന്താണ്, കെമിക്കൽസ് ആണല്ലോ. കെമിക്കൽസ് ഒക്കെ എന്താ, മണ്ണിനടിയിൽ ചിലപ്പോൾ റിയാക്ഷൻ ഒക്കെ നടന്നിട്ട് മണ്ണിന് ചില പ്രോപ്പർട്ടീസ് വരും. അതാണെന്ത്, അസിഡിക് ആയിട്ട് പോകും. അത് റിയാക്ഷൻ നടന്നിട്ട് അതെന്ന് വെച്ചാൽ മണ്ണിനെന്താ ദോഷം ചെയ്യുന്നൊരു സംഭവമാണ്. അതുകൊണ്ടാണ് നമ്മൾ മാക്സിമം എന്താ ബയോ ഫെർട്ടിലൈസേഴ്സ് അല്ലെങ്കിൽ ജൈവ വളത്തിനെ ആശ്രയിക്കുന്നത്. അതാവുമ്പോൾ ഇതുപോലുള്ള ദൂഷ്യഫലങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആൻസറാണ് അസിഡിക്. മോർ ഫെർട്ടൈൽ അല്ല ഉത്തരം. റിച്ച് ഇൻ ഹ്യൂമസ്. ഹ്യൂമസ് എന്ന് വെച്ചാൽ എന്താ, ഡെഡ് ഓർഗാനിക് മാറ്ററിന് ഉണ്ടാവുന്ന ഒരു ഡാർക്ക് മെറ്റീരിയൽ ആണെന്ത്, ഹ്യൂമസ്. ഓക്കെ, ഓർഗാനിക് മാറ്ററിന് ഡീകമ്പോസിഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു മെറ്റീരിയൽ ആണ് ഹ്യൂമസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട് പോവാം. The practice of growing different crops alternatively in the same field. ക്രോപ്പ് റൊട്ടേഷൻ ആണ് ഉത്തരം. നമുക്ക് ഈ ക്വസ്റ്റ്യനും 9th ക്വസ്റ്റ്യനും തമ്മിൽ എന്താ സിമിലാരിറ്റി തോന്നും. എന്താണ്, ഗ്രോയിങ് ടു ഓർ മോർ ക്രോപ്സ് ഇൻ ദ സെയിം ഫീൽഡ്. അതെന്ന് വെച്ചാൽ ഇവിടെ സെയിം ടൈമിലാണെങ്കിൽ പറയുന്നതാണ് അതിനെ എന്ത്, മിക്സഡ് ക്രോപ്പിംഗ്. ഒരേ സമയം വിവിധ ക്രോപ്സിനെ മിക്സ് ആക്കി വളർത്താം ഒരേ ഫീൽഡിൽ തന്നെ ഒരേ സമയം. അതിനാണ് മിക്സഡ് ക്രോപ്പിംഗ് എന്ന് പറയാം. ഓക്കെ, ഇവിടെ ചോദിച്ചത് ആൾട്ടർനേറ്റീവായിട്ട് എന്താ സെയിം ഫീൽഡിൽ ഡിഫറെൻറ്റ് ക്രോപ്സിനെ വളർത്തുന്നതാണ്. ഇത് സെയിം ടൈമിലല്ല, ഓരോ സീസൺ കഴിയുന്തോറും റൊട്ടേറ്റ് ചെയ്ത് വരുന്നതാണ് ക്രോപ്സ് ഒക്കെ. അതുകൊണ്ട് അതിനെ പറയുന്ന പേര് ക്രോപ്പ് റൊട്ടേഷൻ. സീസൺ കഴിയുന്തോറും എന്താ ഒരേ ഫീൽഡിൽ വളരുന്ന ക്രോപ്പ് എന്താ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതായത് മാറിക്കൊണ്ടിരിക്കും. ഈ സീസൺ മൺസൂണിൽ വളർന്നതായിരിക്കില്ല അടുത്ത സീസണിൽ വളരാം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് വരുന്നതാണ് ക്രോപ്പ് റൊട്ടേഷൻ. മിക്സഡ് ക്രോപ്പിംഗ് എന്ന് വെച്ചാൽ ഒരേ ഫീൽഡിൽ ഒരേ ടൈമിൽ 2 or more ക്രോപ്സ് ഗ്രോ ചെയ്യാം. ഓക്കെ, നമുക്ക് എന്താ ഡിഫറൻസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കുറച്ച് ക്വസ്റ്റ്യനിലോട്ട് പോവാം. മാനുവൽസ് ഇംപ്രൂവ് സോയിൽ ഫെർട്ടിലിറ്റി ബിക്കോസ് മാനുവൽസ് അതായത് വളം സോയിൽ ഫെർട്ടിലിറ്റിയെ എന്താണ് ഇംപ്രൂവ് ചെയ്യുന്നത്, അതായത് നല്ല രീതിക്ക് ഫെർട്ടൈൽ ആക്കുന്നത്. അതിന് കാരണം അതിൻ്റെ ഫങ്ഷൻ എന്താണെന്നാണ് ഇവിടെ ചോദിച്ചത്. സോയിൽ ടോക്സിക് ആണ്. ടോക്സിക് എന്ന് വെച്ചാൽ എന്താണ്, പോയിസണസ്. പോയിസണസ് ആണെങ്കിൽ എന്താ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി എപ്പോഴും കുറയാണ് ചെയ്യുക. നേരെ അതല്ല ഉത്തരം. റെഡ്യൂസ് ഹ്യൂമസ് അല്ല, ഹ്യൂമസ് എപ്പോഴും എന്താണ് ഡെഡ് ഓർഗാനിക് മാറ്ററിന് ഡീകമ്പോസിഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഒരു മെറ്റീരിയൽ ആണ് ഹ്യൂമസ്. ഓക്കെ, അത് മാനുവൽസ് എന്താണ് റെഡ്യൂസ് ചെയ്യൂല. ഡിക്രീസ് മൈക്രോബ്സ് നമുക്ക് എന്താ പ്ലാന്റും ഒക്കെ വളരാൻ ആവശ്യമായ ചില സൂക്ഷ്മജീവികൾ, അതായത് ബാക്ടീരിയ പോലുള്ള ജീവികളാണ് മൈക്രോബ്സ്. അതൊക്കെ പ്ലാന്റിന് സോയിൽ ഫെർട്ടിലിറ്റി കൂട്ടാൻ ആവശ്യമായ മെറ്റീരിയൽ ആണ്. അന്നേരം ഡിക്രീസ് എന്ന ഉത്തരം എന്താണ്, തെറ്റാണ്. അപ്പം എന്താണ്, പ്ലാന്റിന് വളരാൻ ആവശ്യമായ ഏറ്റവും അത്യാവശ്യമായ സംഭവങ്ങളാണെന്ത്, ഫുഡിൽ നിന്ന് ന്യൂട്രിയൻസ് കിട്ടുക എന്നുള്ളത്. അന്നേരം മാനുവൽസ് എന്താണ് പ്ലാന്റിന് ആവശ്യമായ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അതിൻ്റെ ഫങ്ഷൻ. അതുകൊണ്ട് എന്താ പ്ലാന്റിൻ്റെ ഗ്രോത്തും അതിൻ്റെ വിളവെടുപ്പും ഒക്കെ എന്താണ് നല്ല ഭംഗിയിൽ നടക്കും. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഇറിഗേഷൻ മെത്തേഡ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഇറിഗേഷൻ തന്നെ പല മെത്തേഡുകളുണ്ട്. അതിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഉത്തരം ബ്രോഡ്കാസ്റ്റിംഗ് സോവിങ്ങിൻ്റെ ഒരു മെത്തേഡാണ്. അതായത് മെക്കാനിക്കലായി അല്ലെങ്കിൽ കൈകൊണ്ട് വിത്ത് വിതറുന്ന ഒരു പ്രോസസ്സാണ് എന്ത്, ബ്രോഡ്കാസ്റ്റിംഗ് എന്ന് വെച്ചാൽ. ഓക്കെ, അത് ബ്രോഡ്കാസ്റ്റിംഗ് 2 ടൈപ്പ് ഉണ്ട്. എന്താ, മാനുവൽ ബ്രോഡ്കാസ്റ്റിങ്ങും മെക്കാനിക്കൽ ബ്രോഡ്കാസ്റ്റിങ്ങും. മാനുവൽ എന്ന് വെച്ചാൽ നമ്മൾ കൈകൊണ്ട് വിതറുന്നത്, മെക്കാനിക്കൽ ആണെങ്കിൽ എന്ത് മെഷീൻ കൊണ്ട് അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത്. ഇറിഗേഷന് മറ്റ് ചിലതാണ് എന്ത്, ഡ്രിപ്പ് ഇറിഗേഷനും വിക്ക് ഇറിഗേഷനും. ഡ്രിപ്പ് എന്ന് വെച്ചാൽ പൈപ്പ് ഉപയോഗിച്ചിട്ട് റൂട്ട്സിനൊക്കെ ആവശ്യമായ വെള്ളം എത്തിക്കുന്നതാണ് എന്ത്, ഡ്രിപ്പ് ഇറിഗേഷൻ. അത് അന്നേരം എന്താണ് പൈപ്പിലൂടെ അല്ലേ
അന്നേരം ആവശ്യമായ വെള്ളം മാത്രമേ അതിലൂടെ എന്താ ഫ്ലോ ചെയ്യുള്ളൂ. അതുകൊണ്ട് വാട്ടർ ലോസ് മിനിമം ആയിരിക്കും. വിക്ക് ഇറിഗേഷൻ എന്ന് വെച്ചാൽ കോട്ടൺ ക്ലോത്ത് കൊണ്ട് വാട്ടർ ഫിൽട്ടർ ചെയ്തിട്ട് റൂട്ട്സിന് എത്തിക്കുന്ന ഒരു മെത്തേഡാണ് എന്ത്, വിക്ക് ഇറിഗേഷൻ. ഓക്കെ, ഇത് ഇറിഗേഷൻ്റെ 2 ടൈപ്പാണ്. ഈ ചോദ്യത്തിന് ഉത്തരം ഇറിഗേഷൻ അല്ലാത്തത് ഏതാണ്, ഇറിഗേഷൻ മെത്തേഡ് അല്ലാത്തത് ഏതാണെന്നാണ്. അതാണ് എന്ത്, ബ്രോഡ്കാസ്റ്റിംഗ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ അഡ്വാൻറ്റേജ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്? നമ്മളെന്താ പറഞ്ഞ മാനോസ് പോലെ ഫെർട്ടിലൈസേഴ്സും എന്താണ്, പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ മിനറൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന കെമിക്കൽ അല്ലെങ്കിൽ ബയോ ഫെർട്ടിലൈസേഴ്സ് ആണ്. ഓക്കെ, ബയോ അല്ലെങ്കിൽ മറ്റ് ചില ടൈപ്പ് ഫെർട്ടിലൈസേഴ്സും ഉണ്ട്. അത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താ, പ്ലാന്റിന് ഗ്രോത്തിനാണ്. അതാണ് നമ്മളെ ലക്ഷ്യം. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന് എന്താ, മറ്റ് ചില ഡിസഡ്വാൻറ്റേജസ്, അതായത് റിയാക്ഷൻ ഒക്കെ നടന്നിട്ട് മണ്ണിനെ അസിഡിക് ആക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും അതിന് മെയിനായിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ് എന്ത്, പ്ലാന്റിന് ആവശ്യമായ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക, ഗ്രോത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യാം. നേരത്തെ ഏതാ ഉത്തരം, ന്യൂട്രിയൻസ്. ഹ്യൂമസ് എന്താണെന്ന് നമുക്കൊക്കെ അറിയാം, വാട്ടർ റിട്ടൻഷൻ അല്ല. ഇക്കോ ഫ്രണ്ട്ലി ആണെന്ന് പറയാൻ പറ്റില്ല. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ ഇക്കോ ഫ്രണ്ട്ലി ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. പെസ്റ്റിസൈഡ്സ് ആർ യൂസ് ടു കിൽ. പെസ്റ്റിസൈഡ് എന്ന് വെച്ചാൽ എന്താണ്, കില്ലിൻ്റെ മറ്റൊരു എന്താണ് വേർഡാണ് സൈഡ്. പെസ്റ്റിസൈഡ് എന്ന് വെച്ചാൽ എന്താണ്, പെസ്റ്റുകളെ കൊല്ലുന്ന കെമിക്കൽസിനാണ് എന്ത്, പെസ്റ്റിസൈഡ്സ് എന്ന് പറയാം. പെസ്റ്റിസൈഡ്സ് ആർ യൂസ് ടു കിൽ. പെസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് എന്തിനാണ്, ഇൻസെക്ട്സിനാണ്. ഇൻസെക്ട്സ് തന്നെ എന്താ, എല്ലാ ഇൻസെക്ട്സും അല്ല, കുറേ ഇൻസെക്ട്സ് പ്ലാന്റിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി സഹായിക്കുന്നുണ്ട്. ഇപ്പം പെസ്റ്റുകളെ കൊല്ലുക, അതായത് ഇൻസെക്ട്സിനെ കൊല്ലുന്ന നമ്മൾ പെസ്റ്റിസൈഡ് എന്ന് പറഞ്ഞു. അതുപോലെ എന്താ, വീടിനെ കൊല്ലുന്നത് എന്തായിരിക്കും, വീഡ് സൈഡ് ആയിരിക്കും, സിമ്പിൾ. വീഡ്സിനെ കൊല്ലുന്ന എന്താ, കെമിക്കൽസിനാണെന്ത്, വീഡ് സൈഡ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ചോദിച്ചെന്താ, പെസ്റ്റിസൈഡ്സ് എന്തിനെ കൊല്ലാനാണ് യൂസ് ചെയ്യുന്നതെന്ന്, അത് ഇൻസെക്ട്സിനെയാണ്. ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഈസ് എ ട്രഡീഷണൽ ടൂൾ ടു യൂസ്ഡ് ഫോർ സോയിങ് സീഡ്സ്? വിത്ത് പാകാൻ വേണ്ടി ട്രഡീഷണലായിട്ട്, അതായത് പണ്ട് മുതലേ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ഇവർ ചോദിച്ചത്. അതിന് ഉത്തരം ഫണൽ ഷേപ്ഡ് ടൂൾ എന്നാണ്. ഫണൽ ഷേപ്ഡ് ടൂൾ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ഫണൽ ഷേപ്ഡ് എന്താ ട്യൂബിലൂടെ നമ്മൾ സീഡ്സ് ആഡ് ചെയ്യും. ഈ ഫണൽ ട്യൂബ് പിന്നെ ഒരു പൈപ്പ് വഴി കണക്ട് ചെയ്യും. ഈ പൈപ്പിൻ്റെ എന്തെന്താ എൻഡ് ഷാർപ്പായിരിക്കും. ഈ ഷാർപ്പായിട്ടുള്ള എൻഡ് സോയിലേക്ക് കുത്തിയിറങ്ങിയിട്ട് ആവശ്യമുള്ള സ്ഥലത്ത് സീഡിനെ പ്ലേസ് ചെയ്യും. അതാണ് ഈ ഫണൽ ഷേപ്ഡ് ടൂൾ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹോ എന്ന് വെച്ചാൽ സോയിലിനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു മെത്തേഡാണെന്ത്, ഹോ. ഓക്കെ, സീഡിനെ പ്രിപ്പയർ ചെയ്യാൻ മാത്രമല്ല അവിടെയുള്ള വീടുകളെ കളയാനും ഇത് സഹായിക്കും. അപ്പം നമ്മളെ ആൻസർ ഫണൽ ഷേപ്ഡ് ടൂൾ, ട്രഡീഷണൽ ടൂൾ ഫോർ സോയിങ് സീഡ്സ്. സോയിങ് സീഡ്സിൻ്റെ മറ്റൊരു ടൂളാണിത്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പ്രോപ്പർ സ്പേസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഏതായിരുന്നു, അതെ, സീഡ് ഡ്രില്ലിംഗ്. ഇതിൽ നല്ലത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ, സീഡ് ഡ്രില്ലാണ്. കാരണം എന്താ, പ്രോപ്പർ സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ട് പ്രോപ്പർ ഡെപ്തിലാണ് എന്ത് സീഡിനെ പ്ലേസ് ചെയ്യാം. അന്നേരം സീഡ് ഡ്രില്ലാണ് എന്താ മോർ യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ്. ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റെപ്പ് ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ? നമ്മൾ നേരത്തെ പറഞ്ഞ
സ്റ്റെപ്സിൽ പെടാത്തത് ഏതാണെന്നാണ് ഇവർ ചോദിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് എന്ത്, ക്രോപ്പ് പ്രൊഡക്ഷൻ്റെ ബേസിക് സ്റ്റെപ്സ്. അതിൽ പെടാത്തത് ഏതാണ്? സോയിങ് ഉണ്ടോ? യെസ്, സോയിങ് ഉണ്ട്. സ്റ്റോറേജ് എന്താണ്? ലാസ്റ്റ് സ്റ്റെപ്പാണ്. പിന്നെ ഹാർവെസ്റ്റിംഗ്, സ്റ്റോറേജിന് തൊട്ട് മുന്നുള്ള സ്റ്റെപ്പാണ് എന്ത്? ഹാർവെസ്റ്റിംഗ്. ഡൈജഷൻ ആണ് ഇതിന് ഉത്തരം. ഡൈജഷൻ നമ്മൾ പറഞ്ഞ സ്റ്റെപ്പിൽ പെടാത്ത ഓപ്ഷനാണ്. ഓക്കെ, സോയിങ് എന്താണ്? രണ്ടാമത്തെ സ്റ്റെപ്പാണ്. സ്റ്റോറേജ് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഹാർവെസ്റ്റിംഗ് ആണെങ്കിൽ എന്താ? സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പാണ്. ഇതിൽ പെടാത്തതാണ് എന്ത്? ഡൈജഷൻ. ഓക്കെ, ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കമ്പോസ്റ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ പ്രോസസ് ഓഫ്. ഓക്കെ, കമ്പോസ്റ്റ് കുഴി നമ്മളെ വീട്ടിലൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. എന്താണ്? ഓർഗാനിക് വേസ്റ്റ് ഒക്കെ നമ്മളൊരു കുഴിയിൽ അടച്ചു മൂടും. ഓർഗാനിക് വേസ്റ്റ് എങ്ങനെയായിരുന്നു നമുക്ക് കിട്ടുന്നത്? പ്ലാന്റ്സിൻ്റെ ബാക്കി വേസ്റ്റ്, അതായത് നമ്മളെ പച്ചക്കറി അതുപോലുള്ള വേസ്റ്റിൻ്റെ ബാക്കി ഉണ്ടാവുമല്ലോ, അതൊക്കെ നമ്മളൊരു കുഴിയിൽ അടയ്ക്കും. അതാണ് കമ്പോസ്റ്റ് എന്ന് പറയാം. ഇതെന്താണ്? പ്ലാന്റ്സിനൊക്കെ ന്യൂട്രിയൻറ്റ് പ്രൊവൈഡ് ചെയ്യാൻ വളരെയധികം യൂസ്ഫുൾ ആണ്. ഈ ഓർഗാനിക് വേസ്റ്റിലൊക്കെ പ്ലാന്റിന് വളരാൻ ആവശ്യമായ ന്യൂട്രിയൻസ് നല്ലോണം പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മളെ ഇന്നത്തെ ക്ലാസ് ഇത്രയാണ്. ഇപ്പം എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇടാം. അതുകൊണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്ന് കട്ട് ചെയ്യാൻ പറ്റൂല അത്.